എക്സിറ്റ് പോളുകൾ പുറത്തു വന്നപ്പോൾ മുതൽ ബി.ജെ.പി ക്യാമ്പുകളിൽ വലിയ ആവേശമാണ്. ഇത്തവണ തിരുവനന്തപുരത്തെ നേമത്തും കഴക്കൂട്ടത്തും താമര വിരിയുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ബി.ജെ.പിയുടെ ഈ ആത്മവിശ്വാസം വെറുതെ ഒരു തോന്നലല്ല. അവസാന നിമിഷം വോട്ട് ചോർന്നു പോകുന്ന അവരുടെ പതിവ് ശൈലി മാറ്റാൻ 10 വർഷം മുൻപ് RSS ആരംഭിച്ച ഒരു അത്യുഗ്രൻ ഹൈടെക് സൈലന്റ് ഓപ്പറേഷനാണ് ഈ പ്രതീക്ഷകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. കേരളത്തിൽ ബി.ജെ.പിയെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സാങ്കേതിക വിദഗ്ധരും പ്രൊഫഷണലുകളും അടങ്ങുന്ന RSS സംഘം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച ഒരു പദ്ധതിയാണത്. ഈ ശാഖ എന്ന പേരിലുള്ള ഓൺലൈൻ കൂട്ടായ്മയിലൂടെയാണ് ഇതിന്റെ ഏകോപനം നടന്നിരിക്കുന്നത്. വെറുമൊരു പ്രചാരണത്തിനപ്പുറം ഓരോ വാർഡിലെയും വോട്ടർമാരുടെ ജാതി, മതം, ലിംഗം തുടങ്ങിയ വിവരങ്ങളും ഉൾപ്പെടുത്തി ഒരു ഗംഭീര ഇലക്ഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ തന്നെ ഇവർ തയ്യാറാക്കി. ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന RSS പ്രവർത്തകനായിട്ടുള്ള സജീവ് എസ് നായർ എന്ന ടെക്നോക്രാറ്റാണ് ഈ ഒരു ഓപ്പറേഷന് നേതൃത്വം നൽകിയത് എന്നാണ് സൂചന. എന്നാൽ ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തതാകട്ടെ സാക്ഷാൽ ന്യൂയോർക്കിലുള്ള ചില ഇന്ത്യൻ ടെക്കികളും. ഗൾഫിൽ നിന്നുള്ള പ്രൊഫഷണലുകൾ ദീർഘകാല അവധിക്ക് നാട്ടിലെത്തിയാണ് പ്രവർത്തനങ്ങൾ നേരിട്ട് ഏകോപിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഹൈടെക് തന്ത്രത്തിലേക്ക് RSS തിരിഞ്ഞതെന്ന് നമുക്ക് നോക്കാം. രാജീവ് ചന്ദ്രശേഖരനെയും വി മുരളീധരനെയും പോലെ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും മികച്ച വിജയസാധ്യതകൾ ഉണ്ടായിട്ടും അവസാന നിമിഷം പരാജയപ്പെടുന്നതായിരുന്നു ബി.ജെ.പിയുടെ ഒരു ശൈലി. ഈ കുറവ് പരിഹരിക്കാൻ കൃത്യമായിട്ടുള്ള ഡാറ്റ വേണമായിരുന്നു. മുൻപ് നടന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ LDF-ൽ നിന്ന് വാർഡുകൾ പിടിച്ചെടുക്കാൻ ബി.ജെ.പിയെ സഹായിച്ചത് 500ഓളം വരുന്ന ഈ പ്രൊഫഷണലുകളുടെ ഒരു സംഘം തന്നെയായിരുന്നു. മുമ്പ് വെറും 4 വാർഡുകൾ മാത്രം ഉണ്ടായിരുന്ന കഴക്കൂട്ടത്ത് ഇത്തവണ ബി.ജെ.പിക്ക് 14 വാർഡുകൾ ലഭിച്ചതിന് പിന്നിലും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ട്. സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്താണ് RSS പ്രവർത്തകർ ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് എന്നതിനാൽ സാധാരണ ബി.ജെ.പി പ്രവർത്തകർക്ക് പോലും ഈ രഹസ്യ നീക്കത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു എന്നതാണ് വാസ്തവം. അപ്പോൾ ഈ ഇലക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഗ്രൗണ്ടിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. അതായത് ഓരോ ബൂത്തിലെയും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വോട്ടുകളും പാർട്ടി അനുഭാവികളുടെ വോട്ടുകളും ഈ സിസ്റ്റം വേർതിരിച്ച് മനസ്സിലാക്കും. തെരഞ്ഞെടുപ്പ് ദിവസം ഈ അനുഭാവികൾ വോട്ട് ചെയ്യാൻ കൃത്യമായി ബൂത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനും അവരെ ബൂത്തിൽ എത്തിക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിച്ചു. ചുരുക്കത്തിൽ സിലിക്കൺ വാലിയിലെ കോർപ്പറേറ്റ് കമ്പനികളെ പോലെ വോട്ടർമാരുടെ ഡാറ്റാബേസ് ട്രാക്ക് ചെയ്ത് നേമത്തും കഴക്കൂട്ടത്തും RSS വിതരണം ചെയ്ത ഈ മൈക്രോ മാനേജ്മെന്റ് തന്ത്രമാണ് ഇപ്പോൾ ബി.ജെ.പിക്കാരുടെ ആത്മവിശ്വാസം. രാഷ്ട്രീയ എതിരാളികൾ പോസ്റ്റർ ഒട്ടിച്ചും മൈക്ക് കെട്ടിയും പ്രചാരണം നടത്തിയപ്പോൾ ഒരു പതിറ്റാണ്ടായി ഡാറ്റയും അൽഗോരിതവും വെച്ചാണ് RSS തിരുവനന്തപുരത്ത് കളമൊരുക്കിയത്. അമേരിക്കൻ സോഫ്റ്റ്വെയറും ഗൾഫ് ടെക്കികളുടെ ബുദ്ധിയും കേരളത്തിലെ വോട്ടിംഗ് മെഷീനിൽ എത്രത്തോളം പ്രതിഫലിക്കും എന്നാണ് ഇനി അറിയാനുള്ളത്. ഹൈടെക് കണക്കുകൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഗണിതം മാറ്റി എഴുതുമോ എന്നറിയാൻ ഇനി 3 ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം. മിസ്റ്റർ കേരളം.